മുത്തിനെ നെഞ്ചിലേറ്റിയ പൊന്നുമയാണ്. ആയിരത്തിലേറെ ഖത്മുകൾ സ്വന്തം ഖബറിലിരുന്ന് പാരായണം ചെയ്തവരാണ്. പകൽ നോമ്പും രാത്രി ഇബാദത്തുമായി കഴിഞ്ഞുകൂടിയവരാണ്. റൂഹ് പിടിക്കുന്ന സമയത്ത് പോലും നോമ്പുകാരിയാകണമെന്ന് വളരെ ആത്മാർത്ഥമായി ആഗ്രഹിച്ചവരാണ്. ഖബർ സ്വന്തം കൈകൊണ്ട് പിടിച്ച് അവിടെ ഖുർആൻ പാരായണത്തിലായി മുഴുകിയ ആ മഹദി ഒരു പ്രകാശം മാത്രമായിരുന്നില്ല, ഒരു ആത്മീയ വെളിച്ചമായിരുന്നു. മദീനയിൽ ജനിച്ചു വളർന്ന് പിന്നീട് മിസ്രിലെത്തിയപ്പോൾ അവരുടെ കൊച്ചു വീട് ഒരു മദ്രസയായി തന്നെ രൂപാന്തരപ്പെടുകയായിരുന്നു. അവരുടെ വീട് അടഞ്ഞിരുന്നില്ല. പട്ടിണിപ്പാവങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും അറിവ് തേടി വരുന്ന ഹൃദയങ്ങൾക്കും ഒരു തുറന്നിട്ട വാതിലായിരുന്നു അവരുടെ വസതി. നമസ്കാരങ്ങൾക്കും ദുആകൾക്കും ദിക്റുകൾക്കും കണ്ണുനീർ ചേർന്നു നിന്ന രാത്രികളായിരുന്നു. വിശപ്പിനെയും പട്ടിണിയെയും സഹിച്ച് അള്ളാഹുവിനോട് അടുത്തിരിക്കാനുള്ള വിശുദ്ധമായ ആഗ്രഹമായിരുന്നു അവരുടെ ജീവിതം മുഴുവൻ. കാരണം മരണം അവർക്കൊരു ഭയമല്ലായിരുന്നു, മറിച്ച് പ്രിയനാഥനോടുള്ള സാക്ഷാത്കാരത്തിന്റെ ഒരു കാത്തിരിപ്പ് മാത്രമായിരുന്നു ആ മരണം എന്ന് പറയുന്നത്. അതെ, നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ അവരുടെ ആണ്ടുദിനമാണ്. പടച്ചറബ് അവരുടെ മദദ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ.